ഒരു പാമ്പ് അബദ്ധത്തിൽ നിലത്തു കിടന്ന ഒരു ഈർച്ചവാളിന് മുകളിലൂടെ കടന്നുപോയി. അതിന്റെ മൂർച്ചയുള്ള പല്ലുകൾ തട്ടി പാമ്പിന് ചെറിയ ഒരു പോറലേൽക്കുന്നു. ദേഷ്യം മൂത്ത പാമ്പ് പെട്ടെന്ന് തിരിഞ്ഞ് ആ വാളിനെ ആഞ്ഞുകുത്തി. പക്ഷെ സംഭവിച്ചത് മറ്റൊന്നാണ്. മൂർച്ചയേറിയ ആ ഇരുമ്പ് പല്ലുകൾ പാമ്പിന്റെ വായ്ക്കകത്തേക്ക് ആഴ്ന്നിറങ്ങി. ചോര ഒലിക്കാൻ തുടങ്ങി. ആ കടുത്ത വേദനയിൽ പാമ്പിന് തോന്നി ആ ശത്രു തന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടെന്ന്. അത് തന്റെ സർവ്വശക്തിയുമെടുത്ത് ആ ഈർച്ചവാളിനെ വരിഞ്ഞു മുറുക്കാൻ തുടങ്ങി. അതിനെ ശ്വാസം മുട്ടിച്ചു കൊല്ലുവാനായി. എന്നാൽ അതിന്റെ റിസൾട്ടോ, അത് എത്രത്തോളം മുറുക്കിയോ അത്രത്തോളം ആ ഇരുമ്പ് പല്ലുകൾ അതിന്റെ ശരീരത്തിലേക്ക് ആഴ്ന്നിറങ്ങി. ഒടുവിൽ ആ പാമ്പ് കഷ്ണം കഷ്ണങ്ങളായി മുറിഞ്ഞു മരിക്കുകയാണ് ഉണ്ടായത്. സൈക്കോളജിയിൽ ഇതിനെ വൈൽഡ് ഹൗസ് എഫക്റ്റ് എന്നാണ് പറയുക. ആ പാമ്പിനെ കൊന്നത് ആ ഈർച്ചവാളല്ല, പകരം അതിന്റെ സ്വന്തം നിയന്ത്രിക്കാനാകാത്ത ദേഷ്യമാണ്. ജീവിതത്തിൽ നമ്മളെ വേദനിപ്പിക്കുന്ന സാഹചര്യങ്ങളോട് പ്രതികരിക്കുമ്പോൾ ഈ കാര്യം ഓർക്കുക. ചിലപ്പോഴൊക്കെ നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയല്ല, പകരം നമ്മുടെ ദേഷ്യം കൊണ്ട് നമ്മൾ തന്നെ നശിക്കാതിരിക്കാനാണ്. ഷെയർ ഇറ്റ് ഇഫ് ഇറ്റ് റെസൊനേറ്റ്സ് വിത്ത് യു.